മഞ്ചേശ്വരത്ത് മകൻ അമ്മയെ ചുട്ടുകൊന്നു എന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ഫിൽഡ എന്ന 60 വയസ്സുകാരിയാണ് കൊല്ലപ്പെട്ടത് എന്നതാണ്. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായുണ്ട്. അരുൺ, പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞോ? വളരെ നിർഭാഗ്യകരമായ സംഭവമാണ്. അയൽവാസിക്ക് നേരെയും ആക്രമണമുണ്ടായി എന്നതാണല്ലോ വിവരം. വിശദാംശങ്ങൾ. അനുജ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അക്രമം സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. ഇന്ന് പുലർച്ചെയാണ് ഈ ഒരു അക്രമം ഉണ്ടായത്. വോർക്കാടി നലങ്ങി സ്വദേശിയായ ലൂയിസ് മൊണ്ടോറയുടെ ഭാര്യ ഫിൽഡ 60 വയസ്സാണ് കൊല്ലപ്പെട്ടത്. മകൻ മെൽവിനാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് പറയുന്നുണ്ട്. അയൽവാസിയായ വിക്ടറിന്റെ ഭാര്യ ലുലീറ്റ് 30 വയസ്സാണ്. ആ യുവതിക്ക് നേരെയും അക്രമം നടന്നിട്ടുണ്ട്. യുവതി ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അമ്മയ്ക്ക് പ്രശ്നമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ യുവതിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. തുടർന്ന് അവരെയും തീകൊളുത്തിയെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അമ്മയെയാണ് ആദ്യം, രാത്രി വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന അമ്മയ്ക്ക് നേരെയാണ് ആദ്യം അക്രമം ഉണ്ടായത്. അമ്മയെ തീകൊളുത്തി കൊലപ്പെടുത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ഈ യുവാവ്, അതായത് ഈ പ്രതി ഒളിവിലാണ്. ഈ പ്രതി എന്തിനാണ് ഇങ്ങനെ ഒരു കൃത്യം നടത്തിയെന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. അമ്മയും മകനും മാത്രമായിരുന്നു വീട്ടിൽ താമസം. മറ്റൊരു മകൻ, അതായത് ഈ പ്രതിയുടെ സഹോദരൻ കുവൈത്തിൽ ജോലിയിലാണ്. കൊലപാതകത്തിന് പിന്നിലെ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഈ പ്രതി ഒരു കെട്ടിട തൊഴിലാളിയാണ്. പോലീസ് ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തുന്നു, അന്വേഷണം നടത്തുകയാണ്. ഈ അയൽവാസികളിൽ നിന്നൊക്കെ മൊഴിയെടുക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു കൃത്യത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. ഇവർ തമ്മിൽ മുൻപ് തർക്കങ്ങളുണ്ടായോ, മറ്റെന്തെങ്കിലും സാമ്പത്തികമായ പ്രശ്നങ്ങളാണോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ദാരുണമായ സംഭവമാണ്. വീട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന അമ്മയാണ് മകൻ തീകൊളുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നത്. അമ്മയുടെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പരുക്കേറ്റ അയൽവാസിയായ യുവതിയും ആശുപത്രിയിലാണ്. അനുജ, ഈ അയൽവാസിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞോ? അങ്ങനെ ഒരു അവസ്ഥയിലാണോ അവർ? അനുജ, പോലീസ് ഈ പ്രദേശത്തെത്തി ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കി. എന്താണ് കൊലപാതകത്തിന് കാരണം എന്നതിൽ പോലീസിനൊരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അവർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത വന്നിട്ടില്ല. അയൽവാസികളുമായി സംസാരിച്ചിരുന്നു. പക്ഷേ പൂർണ്ണമായ വിവരങ്ങൾ അയൽവാസികൾക്കും പങ്കുവെക്കാൻ കഴിയുന്നില്ല. ഇവർ ഇരുവരും ഒറ്റയ്ക്കാണ്, അതായത് ഇരുവരും മാത്രമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. അമ്മയും മകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. മറ്റൊരു മകൻ അത് കുവൈത്തിലാണ്. ബാക്കി കാര്യങ്ങളൊന്നും തന്നെ ആളുകൾക്കും അറിയില്ല. ഈ കെട്ടിട തൊഴിലാളിയായ മകൻ ഇന്നലെ രാത്രി വീട്ടിലെത്തുന്നു. അതിനെ തുടർന്ന് അമ്മ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ആ അമ്മയെയാണ് ഇങ്ങനെ കൊലപ്പെടുത്തിയെന്നാണ് ഈ നാട്ടുകാരും പറയുന്നത്. ഈ അയൽവാസിയായ യുവതി ഗുരുതരാവസ്ഥയിലാണ്. അവരിൽ നിന്ന് മൊഴിയെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും അവരിൽ നിന്നൊരു വ്യക്തത ലഭിക്കും. അവരുടെ മൊഴി ലഭിച്ചാൽ ഒരു വ്യക്തത ലഭിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ഈ പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത്. കർണാടകയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് മഞ്ചേശ്വരം. വോർക്കാടി പഞ്ചായത്താണ്. അവിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പോലീസ് കർണാടകയിലേക്ക് പ്രതി കടക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. പ്രതി ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ പരിസരത്ത് തന്നെ പ്രതി ഉണ്ടാവുമെന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. വലിയ പോലീസ് സന്നാഹമുണ്ട്. പ്രതിക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അനുജ, ശരി. മഞ്ചേശ്വരത്താണ് മകൻ അമ്മയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയത്. വോർക്കാടി നലങ്ങി സ്വദേശി ഫിൽഡ എന്ന 60 വയസ്സുകാരിക്കാണ് ദാരുണമായ അന്ത്യം സംഭവിച്ചത്. ഉറങ്ങിക്കിടക്കുമ്പോഴാണ് തീ കൊളുത്തി മകൻ കൊലപ്പെടുത്തിയത്. എന്താണ് ഇതിന് കാരണമെന്നുള്ളത് അറിവായിട്ടില്ല. പ്രതി ഒളിവിലാണ്. ഒരു അയൽവാസിക്ക് നേരെയും ലോലിറ്റ എന്ന സ്ത്രീക്ക് നേരെയും ആക്രമണ ശ്രമം ഉണ്ടായി. അവർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ് അരുൺ പാറയ്ക്കൽ നൽകിയ വിവരം.